അത് മിണ്ടല്ല മിണ്ടായാളാ പിന്നെ നമ്മള് ഒറ്റ കേൾപ്പിക്കില്ല ഒറ്റ കേൾപ്പിക്കുക പയ്യെ വീടിന്റെ പുറകിലൊക്കെ വരുമോ? ആ നമ്മൾ വിറ്റത്ത് വരും. ഇത് തെങ്ങല്ലേ? നല്ല തേങ്ങ കഴിക്കുന്ന തെങ്ങാട്ടായി കാണിച്ചിട്ടേക്കുന്നത്. അത് ഇന്നലെ ആന പൊട്ടിന്നാണ്. ഇത് തേക്കിന്റെ തേക്കിന്റെ പൊട്ടിന്നാണ്. ഇതിങ്ങനെ തൊലി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണങ്ങിപ്പോയി. ഉണങ്ങിപ്പോ നല്ല തേങ്ങ കഴിക്കുന്ന തെങ്ങായിരുന്നു അല്ലേ? കുന്തം കിടക്കുന്നുണ്ടോ? ആനവിടെ നിന്നിട്ടുണ്ട് കുറേ നേരം. ഈ ഒരു ചെറിയ കൂമ്പ് തിന്നാനായിട്ടാണ് ഇത്രയും വലിയ തെങ്ങ് ഒടിച്ചിടുന്നത് കേട്ടോ. ഈ പറമ്പിലുള്ള നിസ്സാരമായ ഒരു ആദായം വെച്ച് മാത്രം ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഇത് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. എൻ്റെ കൊച്ചിനാണ് ആണല്ലേ? കൊച്ചിന് ഭിന്നശേഷി ആണല്ലേ? കൊച്ചിനും പ്രശ്നമുണ്ടല്ലേ? ഉണ്ടോ? ഭിന്നശേഷിക്കാരനായിട്ടുള്ളൊരു കൊച്ചാണ് ചേട്ടനുള്ളത്. അപ്പോൾ ചേട്ടനും ഇതുപോലെ ബുദ്ധിമുട്ടുകളുണ്ട്. ആളെ ആശ്രയില്ല. നമ്മുടെ സ്വന്തം നമ്മുടെ സങ്കടം ആടൊക്കെ പറയണം. നമ്മൾ സ്വന്തം സഹിക്കും, അല്ലാതെ വേറെ രക്ഷയില്ല. സങ്കടം ആരോട് പറയാനല്ലേ? അതെ. ഒരു വെയിൽ കെട്ടാൻ കിട്ടത്തുമില്ല, ഒന്നുമില്ല. കെട്ടാൻ പറയല്ലാതെ ഒരു കാര്യമില്ല. ഇന്നലെ എന്തൊക്കെയാണ് നമ്മളെ ഈ തേക്ക്, പിന്നെ തേക്ക് കളഞ്ഞിട്ട് അതിൻ്റെ തൊലി മൊത്തം തിന്നു. ഓ, തേക്ക് ഇന്നലെ മറിച്ചിട്ടേക്കുന്ന കേട്ടോ. അതാ ഈ തേക്കിന് ഇത് തേക്കാണെന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് നോക്കി, തോലില്ല. തേങ്ങ എന്താ ഇത് നമുക്ക് കാട്ടിൽ കുരങ്ങ് കളയുന്നുണ്ടല്ലേ? ചേട്ടൻ ഈ പറമ്പ് കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അതെ, നമുക്ക് ഇത് മാത്രമേ ആദായമായിട്ടുള്ളൂ. നമസ്കാരം, ഞാൻ വീണ്ടും കച്ചേരിക്കടവ് തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കച്ചേരിക്കടവ് തന്നെയാണ് കണ്ടത്. ഇവിടെ ആനപ്രശ്നം അല്ലെങ്കിൽ ആനശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ഇവിടെ ആന ഇറങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ അടുത്ത പറമ്പിൽ ആന ഇറങ്ങുന്നുണ്ട്, കൃഷി നശിപ്പിക്കുന്നുണ്ട്. ഇതിവിടുത്തെ ഒരു നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് കച്ചേരിക്കടവിലാണ്. നിങ്ങൾക്ക് ഇവിടെ ബോർഡ് കാണാം. ഇതാ കച്ചേരിക്കടവ് ടൗണാണ്. ഇവിടുന്ന് അങ്ങോട്ട് ടൗണാണ്. ഇവിടെയാണ് ആന വന്നിരിക്കുന്നത്. ഇതുപോലെ ജനവാസ മേഖലയായിട്ടുള്ള സ്ഥലമാണ്. എല്ലായിടത്തും ചുറ്റും ഇഷ്ടം പോലെ വീടുകളുള്ള സ്ഥലമാണ്. ഒരു 20 മീറ്റർ ഇടവിട്ട് ഇഷ്ടം പോലെ വീടുകളുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയാണ് ഇതേപോലെ ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്നത്. ഒത്തിരി അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല തന്നെയാണ് കച്ചേരിക്കടവ്, മുടിക്കയം ഒക്കെ ഈ ഒരു ഭാഗങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒത്തിരി എപ്പിസോഡുകളിലും കച്ചേരിക്കടവിലെ ഈ ഒരു പ്രശ്നം നമ്മൾ കാണിച്ചിരുന്നു. ഹാങ്ങിങ് ഫെൻസിങ് പാസ്സായിട്ടുണ്ടെങ്കിലും ഇടാത്തതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ നടക്കുന്നത്. ആനയ്ക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ആന കൃത്യമായിട്ട് എല്ലാ ദിവസവും റുട്ടീൻ പോലെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ ആന കയറിയ ആ ഒരു പ്രദേശമാണ് കാണാനായിട്ട് പോകുന്നത്. എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഏതായാലും സ്ഥിരം നടക്കുന്നതുകൊണ്ട് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവം എന്ന് പോലും അറിയത്തില്ല. കാരണം അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ആ പ്രദേശത്തേക്ക് ഒന്ന് പോകാം കേട്ടോ. ഈ കാണുന്നത് കച്ചേരിക്കടവ് മുടിക്കയം റോഡാണ്. ഇത് കച്ചേരിക്കടവ് ടൗണാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള വഴിക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച പോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു വീടുകളൊക്കെ കഴിഞ്ഞ് അങ്ങേ സൈഡിൽ താഴെയായിട്ട് പുഴയാണ്. വരാപ്പോൾ പുഴയാണ്. ഇരിട്ടി ഭാഗത്തേക്ക് ഒഴുകുന്ന കർണാടക ഭാഗത്തു നിന്ന് വരുന്ന പുഴയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ആ പുഴ ക്രോസ് ചെയ്താണ്. പുഴയുടെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് കാടാണ്, ഫോറസ്റ്റാണ്, കർണാടക ഫോറസ്റ്റാണ്. അവിടെ നിന്നാണ് ആന ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വരുന്ന വഴിക്ക് തന്നെ എത്ര വീടുകളുണ്ടെന്ന് നമുക്ക് കാണാം. എന്താ എല്ലായിടത്തും വീടുകളുള്ള സ്ഥലം കേട്ടോ. റബ്ബർ തോട്ടമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഏതായാലും ആന ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, ഇന്ന തോട്ടം എന്നൊന്നുമില്ല. കിട്ടുന്ന സ്ഥലത്ത് ആന ഇറങ്ങുവാണ്. ഒരുപക്ഷെ ഇതുങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാട്ടിൽ തീറ്റയില്ലാത്തതുകൊണ്ടായിരിക്കാം ഇതുപോലെ ഇറങ്ങുന്നത്. അതുങ്ങളുടെ നിവൃത്തിയോട് കൊണ്ടായിരിക്കാം. നമ്മൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് കർഷകരുടെ ഭാഗം പിടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം കഷ്ടപ്പെട്ട് മണ്ണിൽ പണിയെടുത്ത് അധ്വാനിക്കുന്ന മനുഷ്യരാണ് ഇവിടെയുള്ളവരെല്ലാവരും. മൊത്തം തേനീച്ചക്കൂടുണ്ട് കേട്ടോ. തേനീച്ച കൃഷിയുള്ള ഒരു പറമ്പാണ്. ഈ പറമ്പ് മുഴുവൻ തേനീച്ച കൃഷിയുള്ള പറമ്പാണ്. നമുക്കിവിടെ കാണാം. ഞാനത് കാണിക്കാനൊരു കാരണമുണ്ട്. കാരണം സാധാരണ തേനീച്ച കൃഷി ഉണ്ടെങ്കിൽ ആന പറമ്പിലേക്ക് വരികയില്ല എന്നുള്ള ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആനയ്ക്ക് അതും ഇപ്പോൾ ഒരു വിഷയം അല്ലാണ്ടായി മാറിയിട്ടുണ്ട്. ഇതാ ഇതൊക്കെ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം. തേനീച്ച കൃഷിയാണ്. ഇതാ
പറമ്പ് മൊത്തം കൃഷിയാണ്. തേനീച്ച കൂടുകൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഏതായാലും ഇവിടെയാണ് സംഭവം അരങ്ങേറിയിരിക്കുന്നത്. അതായത് നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം. ഇവിടുത്തെ പ്രദേശവാസികൾക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇവർ ആപ്പാടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അതായത് നമുക്ക് നോക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അനിൽ KP. അനിൽ. അനിൽ. ചേട്ടൻ്റെ ആണോ ഈ സ്ഥലം? അതെ. ആണല്ലേ. സ്ഥിരം വരുന്നുണ്ടോ ചേട്ടാ? സ്ഥിരം വരുന്നുണ്ട്. എല്ലാ ദിവസവും വരുന്നുണ്ടല്ലേ? ചേട്ടൻ ഈ പറമ്പ് കൊണ്ട് ജീവിക്കുന്ന ആളാണേ? അതെ. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ ആദായമായിട്ടുള്ളൂ. ഈ തേങ്ങ എന്താ ഇത് നമുക്ക് കാട്ടിൽ കുരങ്ങന്മാർ ഒന്ന് കുരങ്ങ് കളയുന്നുണ്ടല്ലേ? ഇപ്പോൾ ഉണ്ടായത് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഓടി എല്ലാ ദിവസവും കുരങ്ങല്ലേ? നമ്മുടെ കപ്പ തേങ്ങ എല്ലാം കുരങ്ങ് കപ്പയും കളയുന്നുണ്ടല്ലേ? എല്ലാം കൂട്ടം ഇപ്പം കഞ്ഞാണ് ഈ തേങ്ങ. ഇന്ന് രാവിലെ കളഞ്ഞു കേട്ടോ. ഇവിടെ ആന ഇതിൽ ഇറങ്ങി വരുന്ന ചേട്ടാ? ആന ഇതാണ് അതേ വരുന്നേ. ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? ചേട്ടൻ കാണിച്ചു തരാം കേട്ടോ. ചേട്ടാ ഇത് ഇന്നലെ ആന പൊളിച്ചിരുന്നതാണ്. ഇത് തേക്കിൻ്റെ പൊളിച്ചിരുന്നതാണ്. ഇതിങ്ങനെ തൊലി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണങ്ങിപ്പോയി. ഉണങ്ങിപ്പോയില്ലേ? അതുപോലെ ഈ തെങ്ങ് 2 വർഷം മുമ്പ് തിന്ന അതും ചപ്പത്തേം ആ തെങ്ങിൻ്റെ ആണല്ലേ? 2 വർഷം തിന്ന. ചേട്ടൻ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്? ഞാൻ ചെപ്പം മുതൽ ഇവിടെ ഉള്ളതാണ്. ആണല്ലേ? എന്തായാലും ഒരു 10 ഇപ്പം 45 വയസ്സുണ്ട്. 40 വർഷം ഞാൻ കണ്ടുണ്ട്. അതിന് മുന്നേയും ഇവിടെ താമസമില്ലായിരുന്നു ആൾക്കാർ അല്ലേ? പട്ടയുള്ള ഭൂമിയല്ലേ? അതെ, പട്ടയുള്ള ഭൂമി. ഇന്നലെ ഇറങ്ങിയിട്ട് എന്തൊക്കെയാ വേറെ എന്തൊക്കെയാ? ആ തെങ്ങ അല്ലേ? പിന്നെ ആ തേക്ക്. ഇന്നലെ രാത്രി ഇവിടെ ആന ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലാണ് ആന ഇറങ്ങിപ്പോകുന്നത്. ഇതിൽ ഇറങ്ങിപ്പോകും ഈ വഴിക്കല്ലേ? നമുക്കിവിടെ തൊട്ട് താഴെ പുഴ കാണാം. വരാപ്പോൾ ഇത് അവിടെ നിന്ന് ആണ് ആന ഇങ്ങനെ. അപ്പുറത്ത് കർണാടക ഫോറസ്റ്റ് ആണ്. അവിടെ നിന്നാണ് ആന ഇങ്ങോട്ട് ഇതിലേ പോകുന്നല്ലേ? ഇന്നലെ എന്തൊക്കെയാ കളഞ്ഞ്? നമ്മളെ ഈ തേക്ക് പിന്നെ തേക്ക് കളഞ്ഞിട്ട് അതിന്റെ തൊലി മൊത്തം തിന്നു. ഓ, തേക്ക് ഇന്നലെ മറിച്ചിട്ടേക്കുന്ന കേട്ടോ. അതാ ഈ തേക്കിന് ഇത് തേക്കാണെന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് നോക്കി, തോലില്ല മൊത്തം കളഞ്ഞ് അതിന്റെ ഏകരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ് നമ്മൾ കത്തി കൊണ്ട് ചെയ്യുന്ന പോലെ കേട്ടോ ചെയ്ത് വെച്ചേക്കുന്നത്. കത്തി കൊണ്ട് ഇങ്ങനെ ചീന്തി എടുത്താൽ എങ്ങനെ ഇരിക്കും ആ മോഡലിലാണ് ആന ഒരു തേക്ക് മറിച്ചിട്ടില്ല. ഇവിടെയൊക്കെ കിടപ്പുണ്ട്. തേക്കിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഒന്നുമില്ല. ഇതോ മൊത്തം നാശമാക്കി കളഞ്ഞു കേട്ടോ. ചവിട്ടി ഒരു കഷ്ണം തൊലി പോലും അത്തല്ല. ഇത് വേണമെങ്കിൽ ഇപ്പം എടുത്താൽ തോട്ടിയാക്കാം അല്ലേ? ആ കണക്കിനാക്കി. ഇത് തെങ്ങല്ലേ? നല്ല ഒന്നാം തെങ്ങ ആട്ടോ കാണിച്ചിട്ടേക്കുന്നത്. ഒന്നാം തരം ഒരു തെങ്ങ്. നല്ല ഒന്നാമത് ഫുള്ള് ആദ്യം അവളൊക്കെ 2 വർഷം മുമ്പ് കഴിഞ്ഞ മാസം വന്നിട്ട് നമ്മുടെ പറിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട് കാണുമല്ലോ. ഈ തെങ്ങില എന്നിട്ട് മോളിൽ കയറിയോ? മോളിൽ കയറില്ല, ഇവിടെ അങ്ങോട്ട് മാറ്റിവിടുക. മറിച്ചിട്ടല്ലേ? എന്നിട്ട് തേങ്ങ തിന്നോ? തേങ്ങ തീർന്നാ ഞാൻ കൂമ്പ് തിന്നോ? തീർന്നാ ഞാൻ മോട് പോയി നോക്കിയില്ല. ആണല്ലേ? മോള് നോക്കിയില്ല. ഇപ്പുറത്തെ സൈഡിൽ ഇതാ. എന്നിട്ട് ഇത് ഇവിടെ തേക്കിൻ്റെ തൈ. ഇതും തേക്കും തൈ ആട്ടോ. ഇത് തേക്കിൻ്റെ തൈ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാവുന്നില്ല. ആ രീതിയിലാക്കിട്ടോ മൊത്തം വെച്ചേക്കോ. മൊത്തം കളഞ്ഞല്ലേ? കംപ്ലീറ്റ് ഇതുണ്ടോ ഒടിച്ച് വെച്ചേക്കാണ്. ഇതാ നമുക്ക് ആ മുകളിൽ നിന്ന് കയറി നോക്കാം ജസ്റ്റ്. അങ്ങനെ എന്നിട്ട് ഈ വഴിക്ക് തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട്. തെങ്ങ് ഒടിച്ച് തെങ്ങ് ഇവിടെ ഇങ്ങനെ മുകളിലേക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ചേട്ടൻ മുകളിലേക്ക് പോയി നോക്കിയില്ലെന്ന് പറഞ്ഞത്. ഇങ്ങനെ കാണാൻ അത്ര രസമുള്ള കാഴ്ചയൊന്നുമില്ലല്ലോ. കർഷകരെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് ഒത്തിരി സങ്കടപ്പെട്ട ഇവിടെ തേങ്ങ പന്നിയായിട്ട് ഉണ്ട്. എല്ലാം കൂടെ ഉണ്ട്. പന്നിയുണ്ട്, എല്ലാ ശല്യമുണ്ട്. പന്നിയുണ്ടല്ലേ? പന്നിയുണ്ട്. എല്ലാ സാധനം നമ്മൾ നശിപ്പിക്കും. പന്നിയുണ്ട്. നമ്മുടെ തേങ്ങ മണ്ണ് കേട്ടിട്ടുണ്ടോ? ഇതിൽ വന്നിട്ടുണ്ട്. മണ്ണ് കേട്ടിട്ടുണ്ട്. അത് തിണ്ടിൻ്റെ മുകളിലേക്കാണ് ഒടിഞ്ഞ് വീണത്. അതുകൊണ്ട് ആന ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കശുവാപം ഒഴിച്ചിട്ടുണ്ടോ? കശുവാൻ കളഞ്ഞല്ലേ? ആകെയുള്ള ആദായമൊക്കെ കളയുമോ അല്ലേ? ഉണ്ടോ?
ഇത് കണ്ടോ ഫുള്ള് കണ്ടോ മണ്ട കീറി കളഞ്ഞിട്ടുണ്ട്. ആ തെങ്ങ് ഒടിച്ചിട്ടത് നേരെ ഈ കശുമാവിൻ്റെ ഇങ്ങോട്ടാണ്. കശുമാവ് ഒടിഞ്ഞു പോയി. നല്ല തേങ്ങ കായ്ക്കുന്ന തെങ്ങായിരുന്നു. തെങ്ങായിരുന്നു അല്ലേ? ആ കണ്ടോ ആന ഇതാ ആ കുന്തം കിടക്കുന്നുണ്ടോ? ആന ഇവിടെ നിന്നിട്ടുണ്ട് കുറേ നേരം. ഒത്തിരി നിന്നിട്ടുണ്ടോ? ഈ ഒരു ചെറിയ കൂമ്പ് തിന്നാനായിട്ടാണ് മൊത്തം തിന്നിട്ടുണ്ട്. ഈ ചെറിയ കൂമ്പ് തിന്നാനായിട്ടാണ് ഇത്രയും വലിയ തെങ്ങ് ഒടിച്ചിടുന്നത് കേട്ടോ. ഇത് എത്ര വർഷം പ്രായമുള്ള തെങ്ങായിരിക്കും? ഒരു 5-6 വർഷം, 5 വർഷമല്ല 10 ഉണ്ട്. നല്ല നമ്മൾ ചിലപ്പം 10-25 വർഷം അല്ലേ? 10-25 വർഷം പ്രായമുള്ള തെങ്ങ് കേട്ടോ. ഇഷ്ടംപോലെ തേങ്ങ, നല്ല തേങ്ങ ഉണ്ടോ? പലരും മച്ചിങ്ങയുള്ള തേങ്ങയാണ്. കശുമാവിൻ്റെ ആ മറിക്കലിന് കശുമാവിൻ്റെ കമ്പൊടിഞ്ഞ് ഇതാ ഇവിടെ ഒടിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നാശം കേട്ടോ. എല്ലാ തരത്തിലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കച്ചേരിക്കടവിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇവിടെ കുറേ സമയം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തോടെയാണ് ആന വരുന്നത്. 1 2 അല്ല, 8 10 ആനയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇതും കൂട്ടത്തോടെയാണെന്ന് പറയുന്നത്? നല്ല തുതൂട്ട് കണ്ടില്ലേ? ഒന്നീ കൂടുതലുണ്ട്. കൂട്ടത്തോടെ ആട്ടാണ്. കൂട്ടത്തോടെ വരുന്നത് 1 2 അല്ല. ആണല്ലേ? ഒന്നാന്തരം തെങ്ങാണ്. ഇതിലാണ് ആന വരുന്നത്. ഇതിലേം വരുന്നുണ്ടല്ലോ. ഇതിലെ പോയിട്ടുണ്ട്. ഇങ്ങനെ ഈ പറമ്പിലോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഈ പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ സ്ഥലങ്ങളൊക്കെ കാണാം. ഇതെല്ലാം പുഴയുടെ സൈഡിൽ കിടക്കുന്നതായതുകൊണ്ട് ഒരു ദിവസം ഒരു പറമ്പിൽ അല്ലെങ്കിൽ അടുത്ത പറമ്പിൽ വരുന്നുണ്ടല്ലേ? എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോയി അവിടുന്ന് ആ വീടില്ലേ, ആ വീട് അപ്പുറത്തെ പാപ്പയിൽ പോയി പിന്നെ ഇത് ചേട്ടൻ ഇങ്ങനെ കയറുന്ന എപ്പോഴും രാവിലെ നമ്മളെ അറിയുള്ളായിരിക്കും അല്ലേ? രാവിലെ അറിയുള്ളൂ. അത് മിണ്ടല്ല, മിണ്ടായാണ് പിന്നെ അവിടെ ഒറ്റ കേൾപ്പിക്കില്ല. ഒറ്റ കേൾപ്പിക്കുക പയ്യെ വന്ന് വീടിൻ്റെ പുറകിലൊക്കെ വരുമോ? നമ്മൾ വീട് വിറ്റത്ത് വരും. അത്ര വരും അല്ലേ? വിറ്റ് കപ്പയും കഴിഞ്ഞിട്ട് വിറ്റത്ത് തോന്നുന്നു. ഒരു മാസം ശരാശരി എത്ര പ്രാവശ്യം വരും? ഒരു 3-4 പ്രാവശ്യം വരും. ആണല്ലേ? അത് എപ്പോഴും വരുമല്ല. ഇന്ന് വന്നാൽ പിന്നെ വേറെ അടുത്ത ദിവസം അടുത്ത പറമ്പിലോട്ട് അങ്ങനെ മാറി മാറി അത് നമ്മൾ അറിയല്ല. ചിലപ്പോൾ സൂക്ഷിച്ച് നമുക്ക് ഒച്ചേക്കാം ഓടിക്കുന്ന കേട്ടല്ലേ? അങ്ങനെ ആനയാണ്. അല്ലെങ്കിൽ അറിയുമല്ലോ. മിണ്ടാൻ പയ്യെ തിന്നിട്ട് പോകുള്ളൂ. പയ്യെ അവിടെ നിന്ന് തിന്നിട്ട് പോകുള്ളൂ. ഫോറസ്റ്റുകാർ വിളിക്കുമോ നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ? ഞങ്ങൾ പോസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ വെളിയില്ല. ആണല്ലേ? എന്താ വരില്ലേ? അത് വരില്ല, ഞങ്ങൾ പിന്നെ വരില്ല. അവർ വിളിച്ചാൽ വരികയല്ല? ഈ ഭാഗത്ത് ഫെൻസിങ്ങും ഇല്ലല്ലേ? ഇല്ലില്ല. കറണ്ടിൻ്റെ പരിപാടി ഇല്ല? ഇല്ല, ഒന്നുമില്ല. ഇവിടെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടു, എപ്പോഴാവുന്നൊന്നും നടത്തില്ല. ആണല്ലേ? ഇതാട്ടോ ഇവിടുത്തെ ഒരു അവസ്ഥ. ആ ചേട്ടൻ പറഞ്ഞാൽ നമ്മൾ കേട്ടല്ലോ. അല്ലാത്ത ഒരവസ്ഥ. ഈ പറമ്പിലെ ആദായം കൊണ്ട് മാത്രം ചേട്ടൻ ജീവിക്കുന്നല്ലേ? വേറെ വരുമാനം ഇല്ല? ഇല്ല. മക്കൾ എത്ര പേരുണ്ട്? ഒരാൾ. ഭാര്യ ജോലി ചെയ്യുന്നുണ്ടോ? കൃഷിപ്പണിയാണ്. ആണല്ലേ? എല്ലാവരും ഈ പറമ്പ് കൊണ്ട് ആശ്രയിച്ച് ജീവിക്കുന്നത്? തൊഴിലുറപ്പ് പോകുന്നുണ്ട്. അതുള്ളൂ. പിന്നെ പശു ഉണ്ട്, മിനിമം ജോലിയുണ്ട്. എല്ലാവരും വേറെ നമുക്കില്ല. ആണല്ലേ? അപ്പം നിങ്ങളുടെ ഈ ഏക വരുമാനത്തിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. കപ്പയും മറ്റു സാധനങ്ങളൊക്കെ പന്നി കളയും, വാഴയും തെങ്ങും ഒക്കെ ആന കളയും, ഇപ്പം തേക്കും കളയുന്നുണ്ട്, റബ്ബറിൻ്റെ തൊലി കളയുന്നുണ്ട്. തൊലി കളഞ്ഞാൽ പിന്നെ അത് വളരെയല്ല. ഭയങ്കര കഷ്ടം കേട്ടോ. ഇവിടെ ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമമാവും. ഇത്രയും വലിയ തെങ്ങൊക്കെ അങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഇങ്ങനെ തെങ്ങ് വീണ് കിടക്കുന്ന കാഴ്ചകളാണ് മിക്ക പറമ്പുകളിലും കാണാനുള്ളൂ. ഇപ്പോൾ ആർളം ഫാമിലൊക്കെ കാണുന്ന പോലത്തെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പകല് നമ്മൾ പുഴ കാണാം. പകല് ഈ സമയം പുഴ വരും. പകലും വരുന്നുണ്ടോ? ആണോ? കുളിക്കാൻ വേണ്ടി വരും. പിന്നെ സൈഡ് വൈകുന്നേരം ആകുമ്പോൾ നന്ന് പോകുന്ന 8 10 കൂടുതൽ നന്ന് പോകുന്ന കാണാം. അത് ഉച്ച കഴിയുമ്പോഴത്തേക്കും വരും അല്ലേ? ഉച്ച കഴിയുമ്പോഴത്തേക്കും പുഴയിൽ ഇറങ്ങി കുളിക്കാൻ വരും അല്ലേ? അന്നേരം വൈകിട്ടാകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരും. ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയത് ഈ ഇപ്പുറത്തെ ഇത് ചേട്ടൻ്റെ പറമ്പിൻ്റെ അതിരാണ് കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തും വേറെ ആൾക്കാരുടെ പറമ്പാണ്, ഇതിൻ്റെ അപ്പുറത്തോട്ടും വേറെ പറമ്പാണ്. ഓരോ പറമ്പിലോട്ട് ഇതിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കശുമാന്തോട്ടമാണ്. ഇടയ്ക്ക് ഓരോ പ്ലാവും തെങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ അങ്ങനെ കളയുന്നത് കേട്ടോ. ആരെയും ആശ്രയിച്ചില്ല. നമ്മുടെ സ്വന്തം നമ്മുടെ സങ്കടം ആട് പറയണം. നമ്മൾ സ്വന്തം സഹിക്കും, അല്ലാതെ വേറെ രക്ഷയില്ല. സങ്കടം ആരോട് പറയാനല്ലേ? ഒരു വെയിൽ കെട്ടാൻ കിട്ടത്തുമില്ല, ഒന്നുമില്ല. കെട്ടാൻ പറയല്ലാതെ ഒരു കാര്യമില്ല.
ഇരുന്നിട്ട് നാളെ തരിക വന്ന് നോക്കി പോലെ വന്നാൽ പറയും. പിന്നെ എന്ത് ചെയ്യണം, എല്ലാവർക്കും വോട്ട് ചെയ്യണം ഞാൻ പറയും. വോട്ട് ജയിപ്പിക്കും. ആ ഭാഗത്തോടെ തിരിഞ്ഞ് നോക്കില്ല. വോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ആരും വരില്ല. ഇല്ല, ആരും വന്നില്ല. അതുവരെ ഭയങ്കര സ്നേഹമല്ലേ? ആ ഇല്ല, ഇപ്പം പറയും വോട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ആ വോട്ട് ചെയ്യും. ആ വിശ്വസിച്ച് ആ വോട്ട് ചെയ്യാൻ അവരെ ജയിപ്പിക്കും. പിന്നെ എന്ത് ചെയ്യാം, ജയിപ്പിച്ച് ആരും ഇങ്ങോട്ട് ഭാഗത്തോട് തിരിഞ്ഞു നോക്കിയാൽ. നമുക്കിവിടെ കാണാം കേട്ടോ. ഈ പുഴ കടന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇറങ്ങി വരുന്ന കറക്റ്റ് വഴി കാണണമെങ്കിൽ കണ്ടു. ഈ ഒരു വഴി കിടന്നുണ്ടോ, അവിടെ തെളിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശം കണ്ടോ, അതിലാണ് ആന ഇറങ്ങി വരുന്നത്. ഈ പുഴ കടന്ന് ആണ് ഈ പറമ്പിലോട്ട് കയറി വരുന്നത് കേട്ടോ. ഒരു പുഴ കടന്നാണ് ഈ ഒരു പറമ്പിലേക്ക് ആന കയറി വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല ഭാഗത്തോടെയും വരുന്നുണ്ടല്ലോ. ആന പേടിച്ചില്ല നമ്മൾക്ക്. ഈ പ്ലാവും പ്ലാവൊക്കെ വെട്ടിക്കളഞ്ഞോ? കളയാത്തത് ആണല്ലേ? ഓഹോ. ആന പേടിച്ചില്ല. അല്ലെങ്കിൽ വിട്ട് ഇനി ഇത് വരും. അവിടെ അങ്ങോട്ട് പ്ലാവും വെട്ടി കളയുക. ആണല്ലേ? ആനയെ പേടിച്ചിട്ടോ? പേടിച്ചിട്ട് അതെന്തെനിക്ക് മനസ്സിലായില്ല. ആന അല്ലെങ്കിൽ പ്ലാവ് വെട്ടി ആണ് ഇതിൽ കൈ വരും. വെട്ടിക്കളഞ്ഞാൽ അതുകൊണ്ട് ഇപ്പം ഈ പ്ലാവും വെട്ടി കളയാണ് നിർത്തിയേക്കുന്നല്ലേ? മാവ് പോട്ടത് അവിടെ ഇതിൻ്റെ കോഴി ഇറങ്ങിപ്പോവും. ആണല്ലേ? എന്താ ഇതൊക്കെ ഇന്ന് രാവിലത്തെ കേട്ടോ? ഇന്ന് രാവിലെ തൂട്ടാ, രാത്രി തൂട്ടുക ഉണ്ടോ? അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ഭാഗത്തേക്കും പോയിട്ടുണ്ട്. ആണല്ലേ? ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഈ ഒരു ചേട്ടന് പറയാനുള്ളത്. ചേട്ടൻ്റെ പേര് അനിലിനല്ലേ? അനിൽ എന്ന് പറഞ്ഞ ചേട്ടൻ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ പറമ്പിലുള്ള നിസ്സാരമായ ഒരു ആദായം വെച്ച് മാത്രം ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഇത് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. എൻ്റെ കൊച്ചിനാണ് കൊച്ചാണ്. ആണല്ലേ? കൊച്ചിന് ഭിന്നശേഷി ആണല്ലേ? കൊച്ചിനും പ്രശ്നമുണ്ടല്ലേ? ഉണ്ടോ? ഭിന്നശേഷിക്കാരനായിട്ടുള്ളൊരു കൊച്ചാണ് ചേട്ടനുള്ളത്. അപ്പോൾ ചേട്ടനും ഇതേപോലെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കൊച്ചിനും ബുദ്ധിമുട്ടുള്ള, അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ 2 പേർക്കും ഇതേപോലെ ബുദ്ധിമുട്ട് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പറമ്പ് ഇങ്ങനെയൊക്കെ നശിച്ചു പോകുന്നത്. അപ്പോൾ ആ വീട്ടുകാർ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. എന്താ പറയുക, ഈ ഏക വരുമാന മാർഗം കൂടെ ആന ഇങ്ങനെ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് ജീവിച്ചു പോകണമെങ്കിൽ, ഒരു കുടുംബമൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ അത്രത്തോളം ജീവിത ചെലവുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ ഈ കൂലിപ്പണിക്ക് പോയിട്ടോ അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോയിട്ട് മാത്രമൊന്നും ജീവിച്ചു പോകാനാവില്ല. അപ്പോൾ ഈ പറമ്പ് നിസ്സാര. ചേട്ടൻ എന്തായാലും സ്ഥലമുണ്ട് ഇവിടെ? ഇവിടെ 2 ഏക്കർ സ്ഥലമുള്ളൂ. 2 ഏക്കർ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ ഇവരുടെ വിഷമം ആരോട് പറയണം എന്നുള്ള ഒരു വിഷമത്തിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇവർ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ ഇവരുടെ വിഷമമൊന്നും കാണാൻ ഇവിടെ ആരും വരുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് അവരിപ്പോൾ പറയുന്നത് നമ്മൾ കേട്ടത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ സത്യമാണെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ ഇത്രയും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒന്ന് സംവിധാനമാക്കി ആനകൾ ഇങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം ആക്കുകയാണ് ഏറ്റവും ഉചിതമായുള്ള തീരുമാനം. അതിവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഈ പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.